Hello friends, welcome to our channel Civil On. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനെ കുറിച്ചാണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള സബ്ജക്റ്റിലെ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ, എസ്പെഷ്യലി ഡിഫ്ലക്ഷൻ. ഇന്ന് പ്രീവിയസ് ഇയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു സെയിം കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് നമുക്ക് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകാത്തത് കൊണ്ട് തന്നെ പലരും വിട്ടു കളയുന്ന ഒരു ഭാഗം കൂടിയാണ് ഡിഫ്ലക്ഷൻ. സോ ഇതങ്ങനെ സിമ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് പഠിക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ. സോ KWA എക്സാംസിനൊക്കെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നു. സോ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഒരു ലോഡ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ് ഒരു ബീമിൽ. അപ്പോൾ ആ ഒരു ബീമിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബീമിനുണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡീഫോർമേഷൻ. സോ ഇതാണ് ഇതിനുണ്ടാകുന്ന മാക്സിമം ഡീഫോർമേഷൻ ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഈ ഒരു ഇത് ആക്ച്വൽ ബീം, അതുപോലെ തന്നെ ഇത് ഡിഫ്ലക്റ്റഡ് ബീം, അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് സ്ലോപ്പും ഡിഫ്ലക്ഷനും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഇതിന്റെ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. സോ ഇവിടെ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് വരി ഡിഫ്ലക്ഷൻ ഓഫ് സ്ട്രക്ചർ ഈസ് കോസ്ഡ് ബൈ ഇന്റേണൽ ലോഡിംഗ് ലൈക്ക് നോർമൽ ഫോഴ്സ്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നോർമൽ ഫോഴ്സ് തന്നെ ആവണമെന്നില്ല, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, ടോർഷൻ, ഇതൊക്കെ കാരണം കൊണ്ട് ഡിഫ്ലക്ഷൻ സംഭവിക്കാം. ട്രസിന്റെ കേസിലാണെങ്കിൽ ഡിഫ്ലക്ഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സസ്. ബീമിന്റെ കേസിലും ഫ്രെയിമിന്റെ കേസിലും ആണെങ്കിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് കാരണം കൊണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ഡിഫ്ലക്ഷൻ, നമുക്കൊരു സ്ട്രക്ചറിലെ ഡിഫ്ലക്ഷൻ എപ്പോഴും മിനിമൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം, അല്ലെ? ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡിഫ്ലക്ഷൻ എങ്ങനെ മിനിമൈസ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് തിങ് ഈസ് പ്രൊവൈഡിങ് സ്ട്രോങ്ങർ മെറ്റീരിയൽ. സ്ട്രോങ്ങർ മെറ്റീരിയൽ കൊണ്ട് ആ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ദാറ്റ് ഈസ് ഇ എന്ന് പറയുന്നത് മാക്സ് ഇൻക്രീസ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇൻക്രീസ് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ, ഐ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുക. Then third thing is that decrease the length of the beam and load on the beam. അതായത് ബീമിന്റെ ലെങ്ത് കുറയ്ക്കുക, അതുപോലെ ബീമിന്റെ ലോഡ് കുറയ്ക്കുക. ആ ഒരു ഇത് എപ്പോഴും പറ്റുന്ന കേസല്ല, എന്നാലും ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡിഫ്ലക്ഷൻ മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് ഇതിന്റെ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും ഈ ഒരു റിലേഷൻ എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ ആ ടൈമിൽ ഒന്നുകൂടി പറയാം. സോ നമുക്ക് ഇനി വൈകാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: the maximum deflection of a beam of length L simply supported at its ends with central load W will be. അപ്പോൾ ഈ ഒരു കേസിൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ എത്രയായിരിക്കും ചോദ്യം. അത് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മോസ്റ്റ്ലി പല എക്സാമിനും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് സപ്പോർട്ട് കണ്ടീഷനാണ്, എങ്ങനത്തെ ബീമാണെന്നാണ് നോക്കേണ്ടത്. സോ ഇതിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ലോഡ്, ആദ്യത്തെ കേസ് നമ്മൾ എങ്ങനെയാണ് ബീമിന്റെ കണ്ടീഷൻ നോക്കാം. ബീം ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. രണ്ടാമത് നോക്കേണ്ടത് എങ്ങനത്തെ ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവിടെ സെൻട്രൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് W, പോയിന്റ് ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിനൊരു ഡിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് ഇവിടെ Y എന്ന് പറഞ്ഞ ഡിഫ്ലക്ഷൻ ആണെന്ന് വിചാരിക്കാം. സോ Y എന്നുള്ള ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ പല കേസസും ഉണ്ട്. അതുപോലെ സിംപ്ലി സപ്പോർട്ടറിൽ തന്നെ UDL വരുന്ന കേസിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ക്യാൻലിവർ ആവാം. അങ്ങനെ പല കേസസിലും ഈ ഡിഫ്ലക്ഷന്റെ വാല്യൂസ് എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആ ഒരു ഇക്വേഷൻസ് എങ്ങനെ ഈസിലി പഠിച്ചു വെക്കാം എന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് ആ ഒരു ഇക്വേഷൻസ് ഫോർ ഡിഫ്ലക്ഷന് മാത്രമല്ല സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്കുണ്ട്. സോ അത് പഠിച്ചു വെക്കാനാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി 6 കേസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കേസസ്. വേറെ രീതിയിലും ചോദിക്കാം, ബട്ട് ഈ തിങ് ഈസ് ദാറ്റ് ഈ ഒരു 6 കേസസിൽ നിന്നായിരിക്കും കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഡിഫ്ലക്ഷന്റെ ഫോർമുലാസ്. സോ ഫസ്റ്റ് കേസസ് ഈ ഒരു ഓർഡറിൽ തന്നെ ഈ കേസസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്, ആദ്യത്തെ 4 കേസസ് ക്യാൻലിവറിന്റെ കേസസ് ആണ്. ക്യാൻലിവർ ബീംസ് ആണ്. അപ്പോൾ ക്യാൻലിവറിൽ ആദ്യം ഒരു മൊമെന്റ് എളുപ്പമുള്ള കേസാണ് ആദ്യം. പിന്നെ അതിന്റെ ഫ്രീ എൻഡിലെ
മൊമെന്റ് ആക്ട് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീ എൻഡില് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. ദെൻ ഒരു UDL ആക്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂസ്, അതുപോലെ തന്നെ ഒരു UL ആക്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂസ്. ദിസ് ഈസ് UL ആൻഡ് ദിസ് ഈസ് UDL കേസ്. അതുപോലെ തന്നെ ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ രണ്ട് കേസസ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമില് ഒരു പോയിന്റ് ലോഡ് സെന്ററിൽ ആക്ട് ചെയ്യുന്ന ഒരു കേസ്, അതുപോലെ തന്നെ UDL ആക്ട് ചെയ്യുന്ന ഒരു കേസ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറിയുകയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെന്റ് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യനും വരാം. അപ്പോൾ ഇതില് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫിക്സഡ് ബീമില് ഒരു M എന്ന് പറഞ്ഞ മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ എന്റെ മൊമെന്റ് എന്ന് പറയുന്നത് M തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഈ ഒരു കേസിൽ, അതായത് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് W, മൊമെന്റ് നമുക്കറിയാലോ, W ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് L എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. അപ്പം മാക്സിമം മൊമെന്റ് ഫിക്സഡ് കാന്റിലിവർ ബീമിൽ ഫിക്സഡ് എൻഡിലായിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് M എന്ന് പറയുന്നത് WL ആണ് ഇക്വേഷൻ വരാം. അതുപോലെ തന്നെ ഈ ഒരു UDL ആകുമ്പോൾ മാക്സിമം മൊമെന്റ് WL²/2 ആണ് വരാം. അതെങ്ങനെ വന്നു? അതായത് ഇത് UDL നമ്മൾ അതിന് തന്നെ എപ്പോഴും എന്ത് ചെയ്യണം, പോയിന്റ് ലോഡ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലോഡ് പോലെ ആക്കണം. അപ്പൊ ഈ പോയിന്റ് ലോഡ് കൺവേർട്ട് ചെയ്യുമ്പോൾ W എന്നുള്ള ലോഡാണ് UDL എന്ന് പറയുന്നത്, ലെങ്ത്. അപ്പൊ ഇതിന് പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ W ന്റെ L ചെയ്യുക. അപ്പൊ എത്ര ലെങ്ത്തിൽ ആക്ട് ചെയ്യണം, L എന്നുള്ള ലെങ്ത്തിലാണ്. അപ്പൊ അത് പോയിന്റ് ലോഡായി മാറി. ദാറ്റ് ഈസ് WL എന്ന് പറഞ്ഞൊരു പോയിന്റ് ലോഡായി മാറി. ഇനി അത് മാക്സിമം ഇവിടെ ആയിരിക്കും. അപ്പൊ ഇതിനെ മാക്സിമം കാണുമ്പോൾ ഈ ഒരു WL എന്ന് പറഞ്ഞ ലോഡ് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L/2 ആയിരിക്കും. അപ്പൊ WL ഇൻറ്റു L/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? WL²/2 കിട്ടും. സിമിലർലി അതുപോലെ തന്നെയാണ് UL-ലും അതുപോലെ എല്ലാ കേസിലും വരുന്നത്. അപ്പൊ ഈ ഒരു ബെൻഡിങ് മൊമെന്റ് വാല്യൂ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അതിന് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് നോക്കിയില്ലെങ്കിൽ മനസ്സിലാവും. സോ ഇത് WL²/6, ഈ ഒരു ഫിഫ്ത് കേസില് പോയിന്റ് ലോഡ് ആകുമ്പോൾ WL/4, ഈ ഒരു കേസിൽ WL²/8. അതാണ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് വരുന്നത്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അടുത്തതാണ് സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറയുന്നത് തീറ്റ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സ്ലോപ്പ് നമ്മൾ പഠിക്കാനായിട്ട് ഈ ബ്ലാക്ക് കളറിൽ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി. അതായത് ML/EI, ആദ്യത്തെ കേസിൽ ML/EI എന്ന് പഠിക്കാം. രണ്ടാമത്തെ കേസിൽ ML/2EI. ഓക്കെ, 2 അടിയിൽ വരുന്നു. പിന്നെ ML/3EI, then ML/4EI, then ML. ഇനി അവിടെ വരെ നോക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്യുക, ML/4EI, പിന്നെ വീണ്ടും കുറയ്ക്കുക, ML/3EI. ഇതാണ് വരുന്ന കേസ് എന്ന് പറയുന്നത്. ഇവിടെ മൊമെന്റ് M എന്നുള്ള വാല്യൂ ആണ് ഇപ്പൊ കണ്ടുപിടിച്ച മൊമെന്റ്. ഇതിൽ ഫസ്റ്റ് കേസിൽ M തന്നെയായിരിക്കും, അതുകൊണ്ട് ML/EI തന്നെ. രണ്ടാമത്തെ കേസിൽ M എന്ന് പറയുന്നത് WL ആയിരിക്കും വരാം. അപ്പൊ WL ഇൻറ്റു L എന്ന് പറഞ്ഞാൽ WL²/2EI, then WL³/6EI വരും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ആണ് സ്ലോപ്പിന്റെ വാല്യൂസ് കിട്ടുന്നത്. അതുപോലെ ഡിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ വേറെ ഒരു റിലേഷൻ ഉണ്ട്. അതായത് സ്ലോപ്പ് ഇൻറ്റു ഫസ്റ്റ് കേസിലാണെങ്കിൽ L/2 ചെയ്യാം. L/2 മീൻസ് 1/2 കൊണ്ട് എന്നുള്ള ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കേസിലാണെങ്കിൽ 2/3 എന്നുള്ള ഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ കേസിൽ 3/4 എന്നുള്ള ഫാക്ടർ ആണ്. 3/4. ഓക്കെ, ഇതിൽ L കൂടി ഉണ്ട്. ഓക്കെ, 1/2 L, 2/3 L, 3/4 L, ഈ കേസിൽ 4/5 L. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 1, 2 ഇങ്ങനെ വീണ്ടും 2, 3, 3, 4, 4, 5. ഓക്കെ, അങ്ങനെയാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന വാല്യൂസ് ഇൻറ്റു L കൂടി എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു വാല്യൂവിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷന്റെ വാല്യൂസ് ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു വാല്യൂസ്, അതായത് സിംപ്ലി സപ്പോർട്ടറിൽ L/3യും 5/60 ഇൻറ്റു L ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വെക്കണം. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു കോഡില്ല. അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഓർത്താലും മതി. ഓക്കെ, ഡിഫ്ലക്ഷന്റെ. അപ്പൊ ഈ ഒരു വാല്യൂസ്, ഈ ഒരു ടേബിൾ എന്തായാലും എങ്ങനെ ഈ ഒരു രീതിയിലായാലും അല്ലെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. കാരണം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി ചോദിക്കുന്നതാണ്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ഡിഫ്ലക്ഷൻ എന്നുള്ളതിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇവിടെ ചോദിച്ചിരുന്നത് മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് ചോദിച്ചിരുന്ന പോയിന്റ് ലോഡ് ആയിരുന്നല്ലോ. ഇതില് സിംപ്ലി സപ്പോർട്ടറിലെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ കേസാണ്. ദാറ്റ് മീൻസ് ദിസ് ഫിഫ്ത് കേസിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ അതിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL³/48EI ആണ്. അപ്പൊ WL³/48EI ഓപ്ഷൻ ബി വിൽ ബി ദി റൈറ്റ് ആൻസർ. L² ഒക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. WL³ തന്നെയാണ് /48EI. അപ്പൊ ഇതാണ് ആൻസർ. അതുപോലെ എല്ലാ കേസും പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത്
symmetric loading. The slope at the center is okay. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ മെയിൻലി ഈ ഒരു ബീമിന്റെ ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷന്റെ ഭാഗത്ത് നിന്നുള്ള സ്ട്രക്ചറൽ അനാലിസിസിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ മിക്കവാറും ഒരു ഫിഗർ വരച്ച് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് കോൺസെപ്റ്റ് കിട്ടും. ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ ഫിഗറിലേക്ക് ആക്കി മാറ്റാം. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ ഒരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് അറ്റ് ദി സെന്ററിലുള്ള സ്ലോപ്പ് എത്രയായിരിക്കുന്നത്? അത് നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് മാക്സിമം നമുക്കറിയാം ഇവിടെ ആയിരിക്കും സ്ലോപ്പ്. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും സ്ലോപ്പ് മാക്സിമം വരാം. ഓക്കെ, തീറ്റയുള്ള സ്ലോപ്പ് ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ റിയൽ ബീം നമ്മൾ പറഞ്ഞു, സ്ലോപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് റിയൽ ബീമും ഡിഫ്ലക്റ്റഡ് ഷേപ്പുള്ള ബീമും തമ്മിലുള്ള ആംഗിൾ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിയൽ ബീമിന്റെ ഷേപ്പ് ഇതാണ്, ഡിഫ്ലക്റ്റഡ് ബീം ഇവിടെ ഏകദേശം ഈ ഒരു പോയിന്റില് പർട്ടിക്കുലർ പോയിന്റില് ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, തീറ്റ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ സെന്ററിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്പൊ തന്നെ കിട്ടും. ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സെൻട്രലില് മാക്സിമം ആയിരിക്കും, ബട്ട് തീറ്റ വിൽ ബി 0. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് മാക്സിമം, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഫിക്സഡ് ബീമിന്റെ കേസിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കേസ് ആണ്. ഓക്കെ, ഫിക്സഡിലാണെങ്കിൽ എങ്ങനെ വരും? ഫിക്സഡിലാണെങ്കിൽ അറ്റ് സപ്പോർട്ടിലെ ഫിക്സഡ് ആണ്. അവിടെ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും 0 തന്നെയായിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. ഡിഫ്ലക്ഷൻ ആയിരിക്കും മാക്സിമം വരിക. ഓക്കെ, സോ ഇവിടുത്തെ ഈ കേസിലെ ആൻസർ വിൽ ബി 0 എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫ്ലക്ഷൻ അറ്റ് എനി സെക്ഷൻ ഓഫ് എ ബീം ഇസ് ഡാഷ് ഓഫ് ദി കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദി കോൺജുഗേറ്റ് ബീം. ഓക്കെ, ഒരു സെക്ഷനിലെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിയൽ ബീമിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബീമിനെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഈക്വൽ ആയിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പൊ നമുക്ക് ഒരു സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കാണാനുള്ള മെത്തേഡിൽ വരുന്ന ഒന്നാണ് ഈ പറയുന്ന കോൺജുഗേറ്റ് ബീം എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പൊ മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ്. 1 ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, 2 മെക്ലോയിസ് മെത്തേഡ്, 3 മൊമെന്റ് ഏരിയ മെത്തേഡ്, 4th വൺ കോൺജുഗേറ്റ് ബീം മെത്തേഡ്, ആൻഡ് 5th വൺ ഈസ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. ഇതൊക്കെയാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ കാണാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, റിയൽ ബീം തന്നെയായിരിക്കും. പക്ഷെ അതിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, കോൺജുഗേറ്റ് ബീമിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റിയൽ ബീമിന്റെ കേസസ് ആണ്. റിയൽ ബീമിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബീമിൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, കോൺജുഗേറ്റ് ബീമിൽ അത് ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും. സോ ഇത് കോൺജുഗേറ്റ് ബീമിന്റെ കേസ്. അതുപോലെ തന്നെ ഇതിലെ റിയൽ ബീമിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് എസ് എന്ന് പറഞ്ഞത് ആലോചിച്ച് വെക്കാം. അതുപോലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും, പിന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ ആൻസർ വരാം ബെൻഡിങ് മൊമെന്റ് ആണ്. സോ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ഡെപ്ത് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് ആൻ ഐസൊലേറ്റഡ് ലോഡ് അറ്റ് ഇറ്റ് സെന്റർ ഇസ് ഡബിൾഡ്, ഡിഫ്ലക്ഷൻ അറ്റ് ദി സെന്റർ ഓഫ് ദി ബീം ഇസ് ചേഞ്ച്ഡ് ബൈ എ ഫാക്ടർ ഓഫ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഡെപ്ത് എന്ന് പറയുന്നതാണ് ഡബിൾ ആവുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ അറിയണം. ഏതൊക്കെ കേസ്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊക്കെ കേസ് എന്ന് അനലൈസ് ചെയ്യുക. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പോയിന്റ് ലോഡ് വരുന്ന കേസ് തന്നെയാണ്. അപ്പോൾ അതിൽ ഡിഫ്ലക്ഷന്റെ ഫോർമുല നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന y എന്ന് പറഞ്ഞ ഡിഫ്ലക്ഷന്റെ ഫോർമുല നമ്മൾ നേരത്തെ കണ്ടതാണ്, ആ ടേബിൾ പഠിച്ചപ്പോൾ കണ്ടതാണ്. y ഈസ് ഈക്വൽ ടു WL³ ബൈ 348 EI. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഓൺലി വേരിയിങ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്ന ഡെപ്ത് മാത്രമാണ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഡെപ്ത് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ടേം ഉള്ളൂടെ, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, അപ്പോൾ I വിൽ ബി പ്രൊപ്പോർഷണൽ. ഇവിടെ ഡിഫ്ലക്ഷനും മൊമെന്റ് ഓഫ് ഇനേഷ്യ തമ്മിലുള്ള റിലേഷൻ y എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/I. ദാറ്റ് ഈസ് I എന്ന് പറയുന്നത് എന്താണ്? BD³/12 ആണ്. ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി BD³/12 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് y ഈസ് പ്രൊപ്പോർഷണൽ ടു 1/BD³/12. ഓക്കെ, സോ
y is proportional to നമ്മൾ ഡെപ്ത് മാത്രം നോക്കിയാൽ മതി 1/d³ ആണ്. ഇതാണ് ഒരു ഡെപ്തും എന്താ പറയാ ഡിഫ്ലക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് ആദ്യം d1 എന്നുള്ള ഡെപ്ത് എന്ന് വിചാരിക്കുക. ദെൻ ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു d2 എന്ന് പറയുന്നത് that is if depth of simply supported isolated beam is double ആവാണ് ചെയ്തത്. അപ്പൊ 2 into d1 ഇതാണ് സെക്കൻഡ് കേസിലായത്. അപ്പൊ y ന് എന്ത് മാറ്റം ആണ് ഉണ്ടാവുക? y will be proportional to 1/2 d2³ എന്നുള്ളതായിരിക്കും ആൻസർ വരാം. സോ 1/2³ എന്ന് പറയുന്നത് 8. ഓക്കെ, 1/8 ടൈംസ് ആണ് ഒരു ചേഞ്ച് വരുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. 1/8 will be the answer. Next question. For structural analysis, Maxwell reciprocal theorem can apply to. Okay, അപ്പോൾ Maxwell reciprocal theorem ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് Maxwell reciprocal theorem? അപ്പോൾ Maxwell reciprocal theorem നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫിഗർ ആലോചിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു കാൻഡിലിവർ ബീം ആണെന്ന് വിചാരിക്കുക, അതിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യാണ്. അപ്പോൾ ആ കേസിൽ ബീം ലൈക്ക് വൈസ് ഇതുപോലെ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ എ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. അപ്പോൾ ബിയിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എയിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു, പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായ ഡിഫ്ലക്ഷനാണ് ഡെൽറ്റ ബി. അത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സിമിലർലി സെയിം ബീം, പക്ഷെ ലോഡ് ചേഞ്ച് ചെയ്തു. ഇവിടെയാണ് ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, പി എന്ന് പറഞ്ഞ ലോഡ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എയിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. സോ ഇങ്ങനെ രണ്ട് ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യുകയാണ്, ഡെൽറ്റ എ. ഓക്കെ, ഈ രണ്ട് ഡിഫ്ലക്ഷനും ഡെൽറ്റ എയും ഡെൽറ്റ ബിയും വിൽ ബി ഈക്വൽ എന്നുള്ളതാണ് മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം പറയുന്നത്. അപ്പോൾ ഇത് തിയറായിട്ട് പറയുകയാണെങ്കിൽ ഇൻ എനി ബീം ഫ്രെയിം ഓർ ട്രസ് ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ബി വിൽ ബി ഈക്വൽ ടു, ഓക്കെ, ഈ പി കാരണം കൊണ്ടുള്ള, അപ്പോൾ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു load P at point A will be equal to deflection at A due to load P at point B. ഇതാണ് മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു തിയറം നമുക്ക് ഓൺലി എലാസ്റ്റിക് സ്ട്രക്ചേഴ്സിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ എലാസ്റ്റിക് സ്ട്രക്ചറിലാണ് മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷനിലുള്ളത്. സോ എനി ക്വയറീസ് ഓർ ഡൗട്ട്സ് കമന്റ് ബോക്സിലിടാം, റിപ്ലൈ തരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വൺസ് അഗൈൻ താങ്ക് യു.